എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും യൂണിവേഴ്സിറ്റി എക്സാമിന് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ 5ാമത്തെ മൊഡ്യൂളിൻ്റെ അവസാനത്തെ പാർട്ടിലേക്ക്, ലാസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് കൺവല്യൂഷൻ, 2 ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്. ഇതിൽ രണ്ടാമത് പറഞ്ഞ കാര്യം ആദ്യം ഡിസ്കസ് ചെയ്യാം. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കാരണം അത് പെട്ടെന്ന് കഴിയും. പിന്നെ കൺവല്യൂഷൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ 100% പഠിക്കണം. കൺവല്യൂഷൻ തിയറം നമ്മൾ 100% പഠിക്കണം. കാരണം നമ്മുടെ സിലബസിൻ്റെ കൂടെയുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതിനകത്ത് അത് ചോദിക്കുന്നുണ്ട്. കൺവല്യൂഷൻ തിയറത്തിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുന്നുണ്ട്, ഡിഫൈൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 3 മാർക്കിന് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 100% പഠിക്കണം. പിന്നെ കൺവല്യൂഷൻ്റെ പ്രോബ്ലം വളരെ വളരെ വിരളമായാണ് ചോദിക്കാറുള്ളത്, വളരെ കുറച്ചേ ചോദിക്കാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്തമായ 2 ഫംഗ്ഷൻസിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇവാലുവേറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ തന്നെ നമുക്ക് കുറച്ച് സമയമെടുക്കും. അതേപോലെ തന്നെ വ്യത്യസ്തമായ 2 ഫംഗ്ഷൻസിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇവാലുവേറ്റ് ചെയ്ത് അത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരല്പം ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് ആയതുകൊണ്ട്, അഥവാ നമുക്ക് കൺവല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ്റെ കൺവല്യൂഷൻ മാത്രമേ ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് പെട്ടെന്ന് പറഞ്ഞു തീരുന്ന ഒരു ടോപ്പിക്കാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഈ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്ന് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്, മോഡൽ ക്വസ്റ്റ്യനകത്ത് കിടപ്പുണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. നമുക്കറിയാം ഇപ്പോൾ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നതാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x). നമുക്കറിയാം ഫൊറിയർ ട്രാൻസ്ഫോം, അതിൻ്റെ നൊട്ടേഷൻ ഇതാണെന്ന് നമുക്കറിയാം. ഇനി ഈ ഫംഗ്ഷനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്, f'(x) കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുക എന്ന് നമുക്കറിയാം. ഇനി ഞാൻ f'(x) കണ്ടുപിടിക്കുകയാണ്. ഈ f'(x)ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f'(x)? ഇത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് iω ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x). f(x)ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിനെ നമ്മൾ iω കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? f'(x)ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടും. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് f'(x) ആണെങ്കിൽ ആ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ iω ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഇപ്പം f'(x)നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് f'(x) കിട്ടും. ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? iωയുടെ സ്ക്വയർ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) ആയിരിക്കും. ഓക്കെ, iωയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ i²ω² എന്ന് പറയാം, ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x). ഈ i² എന്ന് പറയുന്നത് അയോട്ട സ്ക്വയർ ചെയ്താൽ നമുക്കറിയാം -1 കിട്ടും. -1 ഇൻറ്റു ω² എന്ന് പറയുമ്പോൾ -ω² ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) എന്ന് പറഞ്ഞു വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f'(x), തേർഡ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? iωയുടെ ക്യൂബ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) ആയിരിക്കും. സോ ഇതിങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ അപ്പോൾ നമുക്കത് ജനറലൈസ് ചെയ്ത് പറയാം. ജനറലി ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(n)(x). f(n)(x) എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ, ആ രീതിയിൽ പോവും. അതെന്തായിരിക്കും? അപ്പം iωn ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) ആയിരിക്കും അല്ലേ? iωn ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ആ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. 3 മാർക്കിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഗിവൺ ദാറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻⁻x² ഈസ് ഹാഫ് e⁻⁻ω⁴. then find the Fourier transform of x(e⁻⁻x²). ഓക്കെ, ശ്രദ്ധിക്കുക. സോ അപ്പോൾ നമ്മൾ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിട്ട് എടുക്കുക? e⁻⁻x² ആയിട്ട് എടുക്കുക. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമുക്ക് തന്നിട്ടുണ്ട്. ലെറ്റ് f(x) ഇസ് ഈക്വൽ ടു എന്താണ്? e⁻⁻x². അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻⁻x² ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? 1/√2 e⁻⁻ω²/4. ഓക്കെ, ഈയുടെ പവറിലാണ് കേട്ടോ അത്. യെസ്, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? x(e⁻⁻x²ൻ്റെ
ഫൊറിയർ ട്രാൻസ്ഫോം ആണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എഫ് ഓഫ് എക്സിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു, നമുക്കറിയാം ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ തന്നെയാണ്. കാരണം ചെയിൻ റൂൾ അനുസരിച്ച് ഇ റൈസ് ടു സംതിങ്ങിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു ആ സംതിങ് തന്നെയാണ്. ദെൻ ചെയിൻ റൂൾ അനുസരിച്ച് ആ സംതിങ്ങിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള മൈനസ് 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് 2x ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ കിട്ടും. ഓക്കെ, ദെൻ ഇതാണ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. ടേക്കിംഗ് ഫൊറിയർ ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും എന്ത് ചെയ്യാണ്? ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു -2 കോൺസ്റ്റൻ്റ് ആണ്, -2 ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. യെസ്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം, കുറച്ച് മുമ്പേ നമ്മൾ പഠിച്ചു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഐ ഒമേഗ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഈക്വൽ ടു -2 ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഐ ഒമേഗ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ഇത് നമ്മൾ കുറച്ച് മുമ്പേ പഠിച്ച കാര്യമാണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡബിൾ ഡാഷ് എക്സ് ആയിരുന്നെങ്കിൽ -ω² ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് വന്നേനെ. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് എക്സ് ആയതുകൊണ്ട് ഐ ഒമേഗ ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ക്വസ്റ്റ്യനിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഒമേഗ ഇൻറ്റു ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോം എന്താണ്? 1/√2 ഇ റൈസ് ടു മൈനസ് ω²/4 ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. -2 ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോം തന്നെ ഇയാളാണ് അല്ലേ? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. ദെയർഫോർ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ത് വരും? ഈ -2 കൂടെ ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? സോ -2 ഇപ്പുറം വരുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് ഒരു മൈനസ് വരും. ഐ ഒമേഗ ഇ റൈസ് ടു മൈനസ് ω²/4 ഡിവൈഡഡ് ബൈ 2√2 ഇസ് ദി റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ -2 താഴെ കൊണ്ട് ഹരിക്കണം. ഓൾറെഡി ഇവിടെ √2 ഉണ്ട്. ഈ 2 കൂടെ വരുമ്പോൾ 2√2 ആവും. ഐ ഒമേഗ ഇൻറ്റു 1 എന്നുള്ളത് ഐ ഒമേഗ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ω²/4. ഓക്കെ, മൈനസ് നമ്മൾ ഡിനോമിനേറ്ററിൽ കാണിക്കാറില്ല, അതുകൊണ്ട് ന്യൂമറേറ്ററിൽ കാണിച്ചു. മൈനസ് ഐ ഒമേഗ ഇ റൈസ് ടു മൈനസ് ω²/4 ഡിവൈഡഡ് ബൈ 2√2 ആണ് നമ്മളോട് അവർ ആവശ്യപ്പെടുന്ന ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നല്ല വ്യക്തവും ശക്തവുമായി മനസ്സിലാക്കി പഠിക്കുക. ഉറപ്പായിട്ടും നമുക്ക് 3 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണിത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കൺവല്യൂഷൻ എന്താണെന്നുള്ളത് നോക്കാം. സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൺവല്യൂഷൻ. എന്താണ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്? വളരെയധികം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുള്ള ഒരു സംഗതിയാണ് ഈ കൺവല്യൂഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ 2 വ്യത്യസ്തമായ സിഗ്നലുകളെ തമ്മിൽ കൺവല്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു സിഗ്നൽ കിട്ടും. ആ പുതിയൊരു സിഗ്നലിന് മറ്റ് 2 സിഗ്നലിനേക്കാളും എന്തെങ്കിലും അഡ്വാൻറ്റേജോ ആപ്ലിക്കേഷനോ ഉള്ള സിഗ്നലായിരിക്കും. അതാണ് ഈ കൺവല്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രാധാന്യാർഹിതമായ ഒരു ആപ്ലിക്കേഷൻ. നമുക്കറിയാം, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ പഠിക്കും, സിഗ്നൽസ് വ്യത്യസ്തമായ പലതരം സിഗ്നലുകളുണ്ട്. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലുണ്ട്, സിഗ്നൽ ഫംഗ്ഷനുണ്ട്, സോട്ട് ടൂത്ത് സിഗ്നലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പല സിഗ്നലുകളുണ്ട്. അതൊക്കെ കൺവല്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ മറ്റു പല സിഗ്നലുകളുണ്ട്. അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷനും യൂസും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 വ്യത്യസ്തമായ സിഗ്നലുകളെ തമ്മിൽ കൺവല്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് കൺവല്യൂഷൻ യൂസ് ചെയ്യാം. കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുണ്ട്. കൺവല്യൂഷൻ നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുണ്ട്. പല ട്രാൻസ്ഫോമുകളുണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോമും ലാപ്ലേസ് ട്രാൻസ്ഫോം മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ എന്നേ ഉള്ളൂ. സിഗ്നൽ പ്രോസസ്സിങ്ങിൽ ഈ 2 ട്രാൻസ്ഫോം മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഒരുപാട് ട്രാൻസ്ഫോമുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പിന്നീട് പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട്. കൺവല്യൂഷൻ, യെസ്. അപ്പോൾ 2 വ്യത്യസ്തമായ സിഗ്നലുകൾ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും, അവന്മാരെ തമ്മിൽ നമുക്ക് കൺവല്യൂട്ട് ചെയ്യണം. എഫ് ഓഫ് എക്സ് കൺവോൾവ് വിത്ത് ജി ഓഫ് എക്സ്. ഓക്കെ, കൺവല്യൂഷൻ കാണിക്കാനായിട്ട് നമ്മൾ സ്റ്റാർ ആണ് യൂസ് ചെയ്യുക. എഫ് ഓഫ് എക്സ് സ്റ്റാർ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ആസ് പെർ ഡെഫിനിഷൻ, കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് പി ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് പി ഡി പി. ചില ടെക്സ്റ്റിൽ യു എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഓർ
ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, മറ്റു രീതിയിൽ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് മൈനസ് പി ഇൻറ്റു ജി ഓഫ് പി ഡി പി. ഇതാണ് രണ്ട് വ്യത്യസ്തമായ സിഗ്നലുകളെ കൺവല്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇക്വേഷൻ. ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണിത്. ഓക്കെ, സോ അപ്പം ഫൊറിയർ ട്രാൻസ്ഫോമുമായിട്ട് ബന്ധപ്പെടുത്തി കൺവല്യൂഷൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഡെഫിനിഷൻ 100% നല്ല രീതിയിൽ പഠിക്കണം. ഫൊറിയർ ട്രാൻസ്ഫോം കൺവല്യൂഷൻ തിയറം നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. ഉറപ്പായിട്ടും 3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റനാണ്. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് ഒരിക്കലും അത് മാറ്റി നിർത്താനോ ഒഴിവാക്കാനോ പറ്റില്ല. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് വളരെ വിരളമായിട്ടാണ് ചോദിക്കാറുള്ളത് എന്ന് മാത്രം. കാരണം രണ്ട് വ്യത്യസ്തമായ ഫംഗ്ഷൻസിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, അപ്പോൾ അത് ഒരല്പം ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ എളുപ്പമുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുന്നുണ്ട്. മസ്റ്റായിട്ട് അത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കൺവല്യൂഷൻ തിയറം എന്ന് നോക്കാം. സോ അടുത്തത് കൺവല്യൂഷൻ തിയറം ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. 3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അതായത് കയ്യിൽ നിന്നിട്ട് എഴുതാതിരിക്കാൻ പോവാതിരിക്കുക, കയ്യിൽ നിന്നിട്ട് എഴുതാതിരിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൺവല്യൂഷൻ തിയറം ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ സാധാരണ പല സബ്ജക്റ്റിനും ചെയ്യാറുള്ളത് പോലെ നമുക്ക് കുറച്ച് തള്ളു സബ്ജക്റ്റുകൾ കാണുമല്ലോ. എന്തായാലും 1-2 പേപ്പർ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് പരമാവധി തള്ളാറാണ് പതിവ്. ഓക്കെ, ആ ഒരു പരിപാടി മാത്തമാറ്റിക്സിൻ്റെ കേസിൽ ഇറക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം മാത്തമാറ്റിക്സിന് ഒരിക്കലും അങ്ങനെ നമുക്ക് തള്ളിക്കൊണ്ട് മാർക്ക് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. 7 എന്നുള്ള ഒരു ഉത്തരം ആണെന്ന് വിചാരിക്കുക. 7 എന്നുള്ള ഉത്തരം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. വേറെ നമുക്കവിടെ തള്ളുന്ന പരിപാടിയൊന്നും നടക്കത്തില്ല. ഓക്കെ, സോ കൺവല്യൂഷൻ തിയറം എന്താണ് പറയാമെന്നുള്ളത് നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ബൗണ്ടഡ് ആൻഡ് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ. ഇറ്റ് ഷുഡ് ബി ഇൻറ്റഗ്രബിൾ. കാരണം നമ്മൾ ഇൻറ്റഗ്രേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഫൊറിയർ ട്രാൻസ്ഫോം ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്കറിയാം. ഓൺ എക്സ് ആക്സിസ്, കാരണം ഇവിടെ എക്സ് എന്ന വേരിയബിളാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി. എഫിനെയും ജിയെയും തമ്മിൽ കൺവല്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ആൻഡ് ജി. എഫ് ഓഫ് എക്സ് കൺവല്യൂട്ട് ജി ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് √2/π ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിനെ എഫ് ഓഫ് ഒമേഗ എന്ന് വിളിക്കാം. ജി ഓഫ് എക്സിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിനെ നമുക്ക് ജി ഓഫ് ഒമേഗ എന്നുള്ള പേരിട്ടും വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇൻവേഴ്സ് ഫൊറിയർ കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാം. ഈ എഫ് ഓഫ് എക്സ് കൺവല്യൂട്ട് വിത്ത് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോം അപ്പുറത്ത് പോകുമ്പോൾ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ആവും. കൺവല്യൂഷൻ തിരിച്ച് കണ്ടുപിടിക്കാനായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. സെപ്പറേറ്റ് ആയിട്ടുള്ള ഫൊറിയർ ട്രാൻസ്ഫോംസ് നമ്മുടെ കയ്യിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് കൺവല്യൂഷൻ ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. എഫ് ഓഫ് എക്സ് കൺവോൾവ് വിത്ത് ജി ഓഫ് എക്സ് ഈക്വൽ ടു √2π ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം അപ്പുറത്ത് പോകുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഒമേഗ ഇൻറ്റു ജി ഓഫ് ഒമേഗ നമുക്കവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു ഫോർമുല നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനെ അവർ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഈ സെക്കൻഡ് കേസൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള കേസാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ദ കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ്. വേറെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ജി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കൺവല്യൂഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു √2π ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഈ ഫോർമുലയിലേക്ക് കൊടുത്താൽ ആൻസറായി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല എന്താണ്? 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ് ഇൻറ്റു e⁻⁻⁰ dx. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ. നോക്ക്, നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ മാത്രമേ ഉത്തരവുള്ളൂ. അപ്പോൾ 0 to ∞ മാത്രമേ നമുക്ക് ഉത്തരവുള്ളൂ അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ മാത്രമേ ഉത്തരവുള്ളൂ. അതായത് 0 to ∞ മാത്രമേ നമുക്ക് ഉത്തരവുള്ളൂ.
അതർവൈസ് നമുക്ക് ആൻസർ ഇല്ല. 0 to ഇൻഫിനിറ്റിയിലുള്ള ഉത്തരം e⁻²-2x ആണ് ഇൻറ്റു e⁻−i⁻x dx. ഓക്കെ, രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്നില്ലെങ്കിൽ e⁻−i⁻x നമുക്ക് cos ωx - i sin ωx കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതിനേക്കാൾ ഒരു എളുപ്പവഴിയുണ്ട്. ഇത് a⁻m × a⁻n ഫോർമറ്റ് ആണ്. അപ്പോൾ a⁻m+n നേരെ അങ്ങ് യൂസ് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇത് തമ്മിൽ കൂട്ടാം -2x - i⁻x. അവിടുന്ന് മൈനസ് ഇങ്ങോട്ട് പുറത്തെടുക്കാം. -2 + i⁻ × x എന്ന് എഴുതാം dx. ശരിയല്ലേ? -2 + i⁻ × x dx. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൈനസും പുറത്തെടുത്ത് എക്സും പുറത്തെടുത്തു. ബാക്കി ഉണ്ടാവുക 2 + i⁻ ആണ്. ഓക്കെ, സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പറഞ്ഞോളൂ. ദിസ് ഈസ് ഈക്വൽ ടു 1/√2π e⁻x ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e⁻x തന്നെ കിട്ടും. അതായത് e⁻−2 + i⁻ × x തന്നെ തിരിച്ച് കിട്ടും. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള -2 + i⁻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഹരിക്കണം അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ ഓവർ ദ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. ദിസ് ഈസ് ഈക്വൽ ടു 1/√2π ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ പ്ലേസിലോട്ട് ഇൻഫിനിറ്റി കൊടുക്കണം. അപ്പോൾ e⁻−∞ വരും. e⁻−∞ 0 ആണ് എന്ന് നമുക്കറിയാം. മൈനസ് ഈ മൈനസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആ മൈനസ് ആണ് ഈ മൈനസ്. ഇനി ലോവർ ലിമിറ്റ് കൊടുത്തോ, എക്സിൻ്റെ പ്ലേസിലോട്ട് 0, e⁻0 എന്നുള്ളത് 1 വരും. ഡിവൈഡഡ് ബൈ ഓൾറെഡി ഇവിടെ താഴെ ആര് നിപ്പുണ്ട്? -2 + i⁻ നിപ്പുണ്ട്. -2 + i⁻. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു രണ്ട്. ഇവിടെ ഒരു മൈനസ് നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ ഒരു മൈനസ് കാണുന്നുണ്ട്. രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് ആകും. ബാക്കി എന്താണ് വരിക? 1/√2π × 2 + i⁻. ശരിയല്ലേ? 1/√2π × 2 + i⁻. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. സോ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) is equal to 1/√2π × 2 + i⁻. ഇനി നിങ്ങൾ നോക്ക്, g(x)ഉം f(x)ഉം തമ്മിൽ ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1 and only 1 ഡിഫറൻസ്. എന്താണത്? ഇവിടെ എക്സിൻ്റെ കൂടെ -2, ഇവിടെ എക്സിൻ്റെ കൂടെ -3. ഇനിയിപ്പോൾ ഉത്തരം പറയാമല്ലോടോ. എക്സിൻ്റെ കൂടെ 2 വന്നപ്പോൾ -2 വന്നപ്പോൾ വേണ്ട 2 + i⁻. അല്ലേ? അപ്പം -3 വരുമ്പോൾ എന്തായിരിക്കും? 3 + i⁻. ഇത്രയും പിന്നെ ചെയ്ത് നോക്കേണ്ട ആവശ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സാമിന് എഴുതുമ്പോൾ ചെയ്ത് കാണിക്കുക എന്നുള്ളത് പ്രാധാന്യാർഹിതമാണ്. സ്റ്റെപ്പ് മാർക്കിന് വേണ്ടി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ 2 കാണുന്നിടത്തെല്ലാം 3 ആക്കി നിങ്ങൾ എഴുതുന്നു. നിങ്ങൾക്ക് എഴുതാനായിട്ട് ഞാൻ വിട്ടുതരുന്നു. ഓക്കെ, ഇവിടെ -2ന് പകരം -3 വരും. ഇവിടെ -3 + i⁻ വരും. ഇവിടെ -3 + i⁻ ബൈ -3 + i⁻ വരും. അവസാനം 1/√2π × 3 + i⁻ എന്ന് വരും ഉത്തരം. സോ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് g(x) നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ഉത്തരം എന്താണ്? 1/√2π × 3 + i⁻. എന്താണ്? 3 + i⁻. ഈ രണ്ട് ഉത്തരങ്ങൾ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ √2π × ദിസ് ഈസ് ഈക്വൽ ടു √2π × ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x). f(x)ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്തുവാ? 1/√2π × 2 + i⁻. 1/√2π × 2 + i⁻. ഇൻറ്റു ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് g(x) 1/√2π × 3 + i⁻. ഓക്കെ, ഒരു √2π ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണുള്ളത്? ഒരു 1/√2π ബാക്കി നിപ്പുണ്ട്. ശരിയല്ലേ? ഫൈനൽ ഉത്തരം ഈ ഒരു സ്പേസിലോട്ട് ഞാൻ എഴുതുന്നുണ്ട്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f(x) കൺവോൾവ് വിത്ത് g(x) ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, ഒരു 1/√2π ഉണ്ട്. ഒരു √2π ക്യാൻസലായി. ബാക്കി ഒരു 1/√2π ഉണ്ട്. 1/√2π ഉണ്ട്. ഇനി ആരൊക്കെ ബാക്കി നിൽക്കുന്നു? 1/2 + i⁻യും 1/3 + i⁻യും ബാക്കി നിൽക്കുന്നു. ഓക്കെ, മുകളിൽ എല്ലാ 1ഉം കൂടെ ചേർത്ത് വേണമെങ്കിൽ ഒരൊറ്റ 1 ആക്കി എഴുതാം. ഓക്കെ, ഈ 1ഉം ഈ 1ഉം ഈ 1ഉം കൂടെ ഗുണിച്ചാൽ ഒരു സിംഗിൾ 1. ഇറ്റ് ഈസ് എ സിംഗിൾ ഫ്രാക്ഷൻ. ഓക്കെ, പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഫ്രാക്ഷൻ ആക്കി ഞാൻ എഴുതിയിടുന്നു. ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
Yes, this is the final solution. f of x convolute g of x is equal to 1 divided by root 2 pi into 2 plus I omega into 3 plus I omega is the required solution. കറക്റ്റായിട്ട് മനോഹരമായിട്ട് ചെയ്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, 7 മാർക്കിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഫൊറിയർ ട്രാൻസ്ഫോം എന്നുള്ള മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 5ാമത്തെ മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് പരമാവധി ഫോളോ ചെയ്യുക, മുഴുവനായും ഫോളോ ചെയ്യുക. എല്ലാ മൊഡ്യൂളിൻ്റെയും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൻ്റെ പ്ലേലിസ്റ്റും അവൈലബിൾ ആണ്. എല്ലാ വീഡിയോസും കണ്ട് കറക്റ്റായിട്ട് പഠിച്ച് ഉയർന്ന മാർക്ക് നേടി പരീക്ഷയ്ക്ക് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ശരത് സൈനിങ് ഔട്ട്. സ്നേഹം പെയ്യും മാനത്തില്ലേ മായാമഴവില്ല്, സ്നേഹം കൊണ്ടീ ലോകം എല്ലാം എന്ന് പഴഞ്ചൊല്ല്.